എന്നെ വിട്ടുപോകണം. യേശുവനോട്, നീ പടകും വലയും വിട്ട് എന്നെ അനുഗമിക്ക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ താൽക്കാലികമാണ്. മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഒന്നും കംപ്ലീറ്റ് അല്ല, താൽക്കാലികമാണ്, പെർമനന്റ് അല്ല. പക്ഷെ പെർമനന്റ് ആയി ഒന്നുണ്ട്. ദാറ്റ്സ് എ സ്പിരിച്വൽ ബ്ലെസ്സിങ്, ദാറ്റ് ഈസ് എറ്റേണിറ്റി. അത് നിത്യതയാണ്. നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? പത്രോസ് പറഞ്ഞതുപോലെ നിങ്ങൾ പറയാം, നാഥ, നിന്റെ വാക്ക് ഞാൻ അനുസരിക്കാം, നിന്റെ വഴിയിൽ ഞാൻ നടക്കാം. ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരികയാണ്. ചില പാരമ്പര്യ ശാപത്തിന്റെ ചെങ്ങലകൾ യേശു കർത്താവ് നിങ്ങളിൽ നിന്ന് പൊട്ടിച്ചു മാറ്റുകയാണ്. വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ, നിങ്ങളുടെ ഭവനത്തിൽ സമാധാനമില്ലാത്ത അനുഭവങ്ങൾ, ഈ നിങ്ങൾ എന്ത് ചെയ്താലും റിസൾട്ട് കിട്ടാത്ത അനുഭവങ്ങൾ. നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട്, മോനെ നീ നന്നായി പഠിക്കുന്നുണ്ട്, മോളെ നീ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നിനക്കതങ്ങോട്ട് എക്സാം ഹാളിൽ വരുമ്പോൾ, ആ പരീക്ഷ എഴുതാൻ വരുമ്പോൾ, നീ ഇട്ട എഫോർട്ടിന്റെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് നിനക്ക് കിട്ടുന്നില്ല. ബൈബിളിൽ പറയുന്നൊരു സത്യമുണ്ട്, നിങ്ങൾ പണിയുക വേറൊരുത്തൻ പാർക്കുക എന്ന് വരികയില്ല, നിങ്ങൾ നട്ടുണ്ടാക്കുക വേറൊരുത്തൻ ഫലം അനുഭവിക്കുക എന്ന് വരികയില്ല. നിന്റെ അധ്വാന ഫലം നിനക്ക് അനുഭവിക്കാൻ കഴിയും. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന പുരുഷൻ അനുഗ്രഹീതൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ വീട്ടിനകത്ത് നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മേശയ്ക്ക് ചുറ്റും നിന്റെ മക്കൾ ഒലിവിൻ തൈകൾ പോലെയും നിൽക്കും. യഹോവ ഭക്തനായ പുരുഷൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വീട്, ഈ ഓൺലൈനിൽ ഈ ലൈവിൽ കാണുന്ന നിങ്ങളുടെ വീട്, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാനുള്ളതാ. കാരണം എന്നെയും നിങ്ങളെ ദൈവം വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനാ. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് വാഴ്ച നടത്താനാ. എന്നാൽ ഇതിനെല്ലാം ശത്രുവായി തീർന്നത് പാപമാണ്. തേജസ് പോയതിന്റെ കാരണം പാപമാണ്. ശാപത്തിന് കയറി വന്നിരിക്കാനുള്ള കസേര പാപമാണ്. ആ പാപത്തിന്റെ ചേറിനെ നീ മറിച്ചു കളയാമെങ്കിൽ ശാപം നിന്റെ വീട് വിട്ടിറങ്ങിപ്പോകും.